സിംഗുലാരിറ്റീസ് എന്താണെന്ന് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ദെൻ നമുക്ക് പറയാനുള്ളത് എന്താണ് റെസിഡ്യൂ, ഇറ്റ് ഈസ് റെസിഡ്യൂ ആൻഡ് വൈ ഫൈൻഡ് ദി വാല്യൂ ഓഫ് റെസിഡ്യൂ. We have the Lorentz series expansion of f of z as f of z equal to നമ്മൾ ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് a0 പ്ലസ് a1 ഇൻറ്റു z മൈനസ് z0 പ്ലസ് a2 ഇൻറ്റു z മൈനസ് z0 ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് a മൈനസ് 1. അതിനാണ് നമ്മൾ b1 എന്ന് പറഞ്ഞ നൊട്ടേഷനാണ് യൂസ് ചെയ്തിരുന്നത്. b1 ഇൻറ്റു z മൈനസ് z0 ഹോൾ റേസ് ടു മൈനസ് 1, b2 ഇൻറ്റു z മൈനസ് z0 ഹോൾ റേസ് ടു മൈനസ് 2 എക്സെട്ര. The residue of f of z at z equal to z0 is defined as the coefficient of z minus z0 all raised to minus 1 in the principal part of Lorentz series expansion. ഇത് b1-നെയാണ്, അത് z മൈനസ് z0 all raised to, ഇവിടെ b1-ന് നമ്മൾ a മൈനസ് 1 എന്നാണ് നൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫോർമുലയിലാണ് നമ്മൾ b1 എന്നാണ് നൊട്ടേഷൻ പറഞ്ഞിരിക്കുന്നത്. എളുപ്പത്തിന് വേണ്ടി പറഞ്ഞിരിക്കുന്നതാണ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ a മൈനസ് 1 തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് b1 എന്നുള്ള നൊട്ടേഷൻ യൂസ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ കിട്ടുകയാണെങ്കിൽ ഇനി a മൈനസ് 1 a മൈനസ് 2 തന്നെ യൂസ് ചെയ്യാം. സ്റ്റാർട്ടിങ്ങിൽ അത് പറയാതിരുന്നത് ഈ പറഞ്ഞ പോലെ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറയാതിരുന്നതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ റെസിഡ്യൂ അറ്റ് z ഈക്വൽ ടു z0 എഫ് ഓഫ് സെഡിൻ്റെ z0 എന്ന് പറഞ്ഞ പോയിന്റിലെ റെസിഡ്യൂ എന്ന് പറയുന്നത് എന്താണ്? a മൈനസ് 1. അതായത് z മൈനസ് z0 ഓൾ റേസ് ടു മൈനസ് 1ൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. ഇനി എങ്ങനെയാണ് റെസിഡ്യൂ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2πi ഇൻറ്റു ഇൻ്റഗ്രൽ വാല്യൂ a മൈനസ് 1 ഈക്വൽ ടു 1/2πi ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് സെഡ് ഡി സെഡ്. ഇൻ്റഗ്രൽ എഫ് ഓഫ് സെഡ് കാണാനായിട്ട് നമുക്ക് ഓൾറെഡി നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? കോഷി തിയറൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുക അങ്ങനെ ആയിരിക്കില്ല, നേരെ തിരിച്ച് ഇൻ്റഗ്രൽ കാണാനാണ് പറയുക യൂസിങ് റെസിഡ്യൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? റെസിഡ്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് വേറെ ഈസി മെത്തേഡ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? റെസിഡ്യൂ ഇൻറ്റു 2πi ഈക്വൽ ടു ഇൻ്റഗ്രൽ വാല്യൂ. അപ്പോൾ ഇൻ്റഗ്രൽ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് ആ 1/2πi സൈഡ് ചേഞ്ച് ചെയ്ത് എന്ത് കിട്ടും? ഇൻറ്റു 2πi ആവും. അപ്പോൾ റെസിഡ്യൂ ഇൻറ്റു 2πi ആണ് നിങ്ങളുടെ ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ 2 പോയിൻറ്റിൽ റെസിഡ്യൂ രണ്ട് പോയിൻ്റ് സിംഗുലാരിറ്റി വരുന്നുണ്ടെങ്കിൽ ആ 2 പോയിൻറ്റിലും ഇപ്പോൾ 1ഉം 2ഉം സിംഗുലാരിറ്റീസ് ആണ് എങ്കിൽ നിങ്ങൾക്ക് റെസിഡ്യൂ അറ്റ് 1ഉം റെസിഡ്യൂ അറ്റ് 2ഉം കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ അതിൻ്റെ സം ഇൻറ്റു 2πi ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇൻ്റഗ്രൽ വാല്യൂ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു മെത്തേഡാണ് കൂടുതൽ ചോദിക്കാറ്. 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് റെസിഡ്യൂവിൻ്റെ പ്രോബ്ലംസ് ആണ്. അത് വേറൊരു വീഡിയോ ആയിട്ട് തരാം.